വന്യജീവി ആക്രമണത്തിൽ പഠനം മുടങ്ങുന്നത് പതിവായ ഇടമലയാർ സർക്കാർ യു പി സ്കൂളിന് ആശ്വാസമായി. സ്കൂളിന് ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. ആനപ്പേടിയില്ലാതെ ഇനി കുട്ടികൾക്ക് പഠിക്കാമെന്ന് അധികൃതരും പറയുന്നു. വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന ഇടമലയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ സ്കൂൾ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടാക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. 40ഓളം ആദിവാസി കുട്ടികൾക്ക് ഏക ആശ്രയമാണ് ഇടമലയാർ ഗവൺമെന്റ് യു പി സ്കൂൾ. സ്കൂൾ കോമ്പൗണ്ടിന് സംരക്ഷണ ഭിത്തി, ഗേറ്റ്, ആർച്ച്, മുറ്റത്ത് ടൈല്, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നീ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ സ്കൂൾ അന്തരീക്ഷം സുരക്ഷിതവും കൂടുതൽ മനോഹരവുമായി. സ്കൂളിനെ ചുറ്റുമതിൽ നിർമ്മിച്ചതിനാൽ കാട്ടാനകളെ പേടിക്കാതെ പഠിക്കാമെന്ന ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും. ഞങ്ങളുടെ ഇവിടെ ചുറ്റുമതിലൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് മതിലൊക്കെ കെട്ടിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ആനശല്യമൊക്കെ കുറഞ്ഞിട്ട് ഞങ്ങൾ ശുരിച്ചതിനാണ്. പിന്നെ പഠിക്കാനൊക്കെ നല്ല ഇതാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചുറ്റുമതിൽ കെട്ടിക്കൊണ്ട് ആനയുടെ ശല്യമൊന്നുമില്ല. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പഠിക്കാനൊക്കെ എളുപ്പം. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതോടെയാണ് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. ഇവിടെ കാട്ടാന ഉൾപ്പെടെ വന്യമൃഗ ശല്യം മൂലം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ടാണ് 20 ലക്ഷം രൂപ വകയിരുത്തി ഇതിന് ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും അതോടൊപ്പം തന്നെ ഗേറ്റും കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നടക്കാനുള്ള നടപ്പാത ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. പുതിയ അധ്യയന വർഷം മുതൽ ആശങ്കകളൊന്നുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കിയ സന്തോഷത്തിലാണ് പഞ്ചായത്ത് അംഗങ്ങളും. ന്യൂസ് മലയാളം 24/7 കൊച്ചി.